നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപക്ഷേ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പുതിയതായിട്ട് വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലും ക്രിപ്റ്റോ മാർക്കറ്റിലും ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിങ്ങും ഒക്കെ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും മ്യൂച്വൽ ഫണ്ടിൻ്റെയും ട്രേഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ ക്രിപ്റ്റോയിൽ ട്രേഡും ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെയും തമ്മിലുള്ള കമ്പാരിസൺ, ഓരോ പാരാമീറ്ററും എടുത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യമേ ഇവിടെ ഇൻവെസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ETF-ലും സ്റ്റോക്കിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ട്രേഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻട്രാഡേ, BTST, സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവരെയാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ക്രിപ്റ്റോ കറൻസി എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്ത് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെയും അതുപോലെ തന്നെ ട്രേഡ് ചെയ്യുന്നവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ കാര്യം, ഇത് എന്തിൻ്റെ കീഴിലാണ് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റോക്കിലും ETF-ലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സെബി എന്ന് പറഞ്ഞിട്ടുണ്ട്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കമ്മിറ്റിയുടെ കീഴിൽ ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഫ്രോഡ് ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ശരിയായ രീതിയിൽ സ്റ്റോക്ക് കൈമാറാനും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു സെക്യൂരിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് അതും സെബിയുടെ കീഴിലാണ്, നമ്മൾ ട്രേഡ് ചെയ്യുന്നതും സെബിയുടെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയൊക്കെ നമുക്കൊരു സേഫ്റ്റി കൂടുതൽ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അതേസമയത്ത് നമ്മൾ ക്രിപ്റ്റോ കറൻസിയിലേക്ക് പോയി കഴിയുമ്പോൾ എന്താണ്, നമുക്ക് പൊതുവേ റെഗുലേഷൻ കുറവാണ് ക്രിപ്റ്റോ കറൻസി ഇതുവരെ ഇന്ത്യയിൽ. എന്നാലും ഇപ്പോൾ നമുക്ക് FIU രജിസ്റ്റേർഡ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരുപാട് സ്റ്റോക്ക് ക്രിപ്റ്റോ കറൻസി ബ്രോക്കേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. മുമ്പോട്ട് പോകുമ്പോഴത്തേനും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതും ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ റിസ്ക് ലെവലിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ റെഗുലേഷൻ വെച്ച് നോക്കുമ്പോൾ എത്രയാണ് നമുക്ക് കൂടുതലായിട്ട് റിസ്ക് കുറഞ്ഞത് ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെയാണ് കമ്പാരിറ്റീവ്ലി ക്രിപ്റ്റോ മാർക്കറ്റിന്. ഇനി റിസ്ക് ലെവൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ ചെറിയ റിസ്ക് തന്നെയാണ്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് റിസ്ക് പൊതുവേ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പം റിസ്ക് കൂടുതലാണ്. റിസ്ക് ലെവൽ നമ്മൾ ക്രിപ്റ്റോയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും ട്രേഡ് ചെയ്യുന്നവരാണെങ്കിലും വളരെ കൂടുതലാണ് റിസ്ക്. അത്ര വോളറ്റൈലാണ് മാർക്കറ്റ്. വളരെ ഓരോരോ രാത്രി കൊണ്ട് 5-10% ഒക്കെ ക്രിപ്റ്റോ കറൻസീസ് മൂവ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് അവിടെ റിസ്ക് കൂടുതലാണ്. ഇനി ടൈം ഇൻവോൾവ്മെൻറ്റ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ ടൈം കുറച്ച് മതി. നമ്മൾ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെറിയ ടൈമിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. മ്യൂച്വൽ ഫണ്ടിലും വളരെ ടൈം കുറവ് മതി. ഓരോ മാസവും ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് അധികം ടൈമിൻ്റെ കാര്യം ഇല്ല. നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ഡെയിലി മോണിറ്റർ ചെയ്യേണ്ടി വരും. ഇൻട്രാഡേയിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ക്രിപ്റ്റോയിലേക്ക് വരുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് ടൈം വേണം. അതേസമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ടൈം കുറച്ച് മതി. ഇനി നോളജ് റിക്വയർഡ്, നമുക്ക് ചെറിയ നോളജ് മതി. അത്യാവശ്യം ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ പഠിക്കാൻ അറിയാമെങ്കിൽ നമുക്ക് കമ്പനീനെ പിക്ക് ചെയ്യാൻ സാധിക്കും, കമ്പനീനെ പിക്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നോളജ് ഉണ്ടെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡൈവേഴ്സിഫിക്കേഷൻ നടത്തി 3-4 മൾട്ടി ക്യാപ്പ്, ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഇങ്ങനെയുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് അധികം നോളജിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള റിട്ടേൺ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ വലിയ നോളജിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും ട്രേഡ് ചെയ്യുന്ന സമയത്തും അത്യാവശ്യം നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ തന്നെയാണ്, നമ്മൾ സെൽഫാണ് മാനേജ് ചെയ്യുന്നത്. അതായത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം അത് മുകളിലേക്കോ താഴോട്ടോ പോവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് കൂടുതൽ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സ്റ്റോക്കിനെ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഒഴിവാക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ടാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ എന്താണ്, അത് പ്രൊഫഷണലായിട്ടൊരു ഫണ്ട് മാനേജറിൻ്റെ കയ്യിലേക്കാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. ആ ഒരു ഫണ്ട് മാനേജർ ഒന്നിച്ച് ആ ഫണ്ട് ഒരു ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്സിലേക്ക് ഇടുന്നു. അതിനുശേഷം അതിൻ്റെ അകത്തുള്ള കമ്പനികളെ മാറ്റുന്നത് ഫണ്ട് മാനേജറാണ്. ഇനി നമ്മൾ സെൽഫ് മാനേജർ ആയിരിക്കും നമ്മുടെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഡിസിഷൻ ഫുള്ള് നമ്മൾ തന്നെയായിരിക്കും എടുക്കുന്നത്. അത് ക്രിപ്റ്റോ കറൻസിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്തും ട്രേഡ് ചെയ്യാൻ സമയത്ത് നമ്മൾ മാനേജ് ചെയ്യുന്നവരാണ്, സെൽഫാണ്. ഏത് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഏത് ട്രേഡ് എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇനി നമ്മൾ ആക്റ്റീവ് ഓർ പാസീവ്, നമുക്ക് ഇത് ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടും എല്ലാം പാസീവാണ് വരുന്നത്. കാരണം എന്താണ്, നമ്മൾ അധികം ടൈമൊന്നും ചിലവാക്കാതെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അധികം ഡെയിലി മോണിറ്റർ ചെയ്യാതെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഒരു പാസീവായിട്ട് നടന്നുള്ളൂ. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും മന്ത്ലി സാലറിയിൽ നിന്നൊരു നിശ്ചിത എമൗണ്ടിലാണ് നമ്മൾ SIP ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിക്കൊണ്ടിരും, നമ്മൾ അധികം ടെൻഷനൊന്നും എടുക്കേണ്ട കാര്യമില്ല. ബട്ട് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ട്രേഡിങ് ആക്റ്റീവാണ്. ഏത് ട്രേഡ് എടുക്കണം, ഇന്ന് ഏത് ട്രേഡ് എടുക്കണം, അല്ലെങ്കിൽ നാളത്തെ എടുത്ത ട്രേഡ് ഏത് കട്ടാക്കണം എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ചിന്തിച്ച് പഠിച്ച് ഡെയിലി ആക്റ്റീവായിട്ടാണ് ട്രേഡേഴ്സ് മുമ്പോട്ട് പോകുന്നത്. ഇനി ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും ട്രേഡ് ചെയ്യുന്ന സമയത്തും നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കണം. കാരണം എന്താണ്, വളരെ വലിയ മൂവ്മെൻറ്റുകൾ ഓരോ കോയിൻസിലും ഉണ്ടാകും. അപ്പോൾ നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ
നെക്സ്റ്റ് ലിക്വിഡിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സ്റ്റോക്കിൽ അല്ലെങ്കിൽ ETF നല്ല ലിക്വിഡിറ്റി കിട്ടും. അത്യാവശ്യം വലിയ കമ്പനികളാണെങ്കിൽ നല്ല ലിക്വിഡിറ്റി കിട്ടും. കാരണം എന്താണ്, അവിടെ ട്രേഡിങ് നടക്കുന്നുണ്ട്. ബട്ട് മ്യൂച്വൽ ഫണ്ടിൽ എന്താണ്, ട്രേഡിങ് മ്യൂച്വൽ ഫണ്ട് നേരിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡിങ് നടക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ഇച്ചിരി ലിക്വിഡിറ്റി കുറവായിരിക്കും. നോ പ്രോബ്ലം, ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് നല്ലത് തന്നെയാണ്. ട്രേഡിംഗ് ലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഹൈ ലിക്വിഡിറ്റി കിട്ടും. ട്രേഡിംഗ് നടക്കുന്ന എന്തൊരു അസറ്റ് ആണെങ്കിലും അതിനകത്ത് ഹൈ ലിക്വിഡിറ്റി ആയിരിക്കും. വാങ്ങാനും വിൽക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. ഈ ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്, ട്രേഡിംഗ് നടക്കുന്നുണ്ട്. വളരെ വലിയ ഹൈ ലിക്വിഡിറ്റിയാണ് വരുന്നത്. കാരണം എന്താണ്, അവിടെ ലിവറേജ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ലിക്വിഡിറ്റി പിന്നെയും കൂടും. ചെറിയ എമൗണ്ടിൽ തന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം, നമുക്ക് മീഡിയം ടു ലോങ് ടൈം നമ്മളൊരു സ്റ്റോക്കിലോ അല്ലെങ്കിൽ ETF ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 1, 2, 3, 5, 10 വർഷം എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ വ്യൂ ഉണ്ടായിരിക്കേണ്ടത്. ഇത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 5 വർഷം അല്ലെങ്കിൽ 10, 15 അങ്ങനെ ഒരു വലിയ വ്യൂ ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. കാരണം മാർക്കറ്റ് താഴോട്ട് വരുന്ന സിനാരിയയിൽ നമുക്ക് മൈനസായി തന്നെ മ്യൂച്വൽ ഫണ്ടും അപ്രോക്സിമേറ്റ് അതേ രീതിയിൽ തന്നെയായിരിക്കും പെർഫോം ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് അത്യാവശ്യം എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ലോങ് ടൈമിൽ പെർഫോം ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചത്. നമുക്ക് ട്രേഡിങ്ങിലേക്ക് വരുമ്പം ഇൻട്രാഡേ ഷോർട്ട് ടൈം, നമുക്ക് വേണമെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് ടൈം ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. അതായത് ഇന്ന് ബൈ ചെയ്ത് നാളത്തേക്കും വിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന് ബൈ ചെയ്ത് 1, 2, 3 മാസം കഴിയുമ്പോൾ വിൽക്കാൻ പറ്റും. ഷോർട്ട് ടൈം സ്വിംഗ് ട്രേഡിംഗ്, ഒരു ദിവസത്തിൽ തന്നെ വാങ്ങിയും വിറ്റും ഒക്കെ നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ഇതൊക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇൻട്രാഡേ ട്രേഡിംഗ് തരുന്നുണ്ട്. നമ്മൾ ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഷോർട്ട് ടൈമിലേക്ക് അതുപോലെ തന്നെ ലോങ് ടൈമിലേക്ക്, നമുക്ക് ഷോർട്ട് ടൈമിലേക്ക് വേണമെങ്കിൽ കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലോങ് ടൈമിലേക്ക് വേണമെങ്കിൽ നമുക്ക് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചെറിയ ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. കുറച്ച് റിസ്ക്കിയാണ്. ഇനി എൻട്രി ബാരിയർ, നമുക്ക് എത്ര എമൗണ്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും മിനിമം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് അപ്രോക്സിമേറ്റ് 50 രൂപ വേണമെങ്കിലും വളരെ ചെറിയ എമൗണ്ടിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ചെറിയ സ്റ്റോക്കുകളിലൊക്കെയാണെങ്കിൽ നമുക്ക് 1, 2 ക്വാണ്ടിറ്റി ഒക്കെ വേണമെങ്കിൽ വെറും 50 രൂപയ്ക്കാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 100 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞ SIP ആയിട്ട് ചെയ്യാനുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലംസമായിട്ടാണെങ്കിലും. അതിനുശേഷം 200 രൂപ, 500 രൂപ, 1000 രൂപ എന്നുള്ള ലെവലിലാണെങ്കിലും നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് മിനിമം ഒരു 5000 രൂപ, 10000 രൂപ, 15000 രൂപ, 20000 രൂപ അത്രയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്യാവശ്യം ഒരു റിട്ടേൺ എടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഇനി നമ്മൾ ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരുമ്പം ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും ട്രേഡ് ചെയ്യാനും വളരെ ചെറിയ എമൗണ്ട് മതി. ഇപ്പോൾ ചെറിയ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ ഉണ്ടെങ്കിലും അതിൻ്റെ 10x, 20x, 100x ലിവറേജ് വരെ തരുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ റിസ്ക്കും കൂടും, റിവാർഡും കൂടും. നമുക്ക് ചെറിയ എമൗണ്ട് തൊട്ട് അത്യാവശ്യം എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മൾ ടാക്സേഷനിലേക്ക് വരുമ്പോഴത്തേന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ സ്റ്റോക്കിൽ ബൈ ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് LTCG ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 12.5% നമ്മുടെ പ്രോഫിറ്റിൻ്റെ മുകളിൽ കൊടുക്കേണ്ടത്. നമുക്ക് 1 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ 12,500 രൂപ നമ്മൾ LTCG ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും LTCG കൊടുക്കണം, അതുപോലെ തന്നെ STCGയും കൊടുക്കണം. ഇൻ കേസ് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ഒരു 6 മാസത്തിനുള്ളിലാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രോഫിറ്റിൻ്റെ 20% ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ മാക്സിമം ട്രേഡിങ് ഒന്നെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, 1 മാസം അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ STCG ആയിരിക്കും മാക്സിമം അപ്ലൈ ആകുന്നത്. അപ്പോൾ അവിടെ ടാക്സ് ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രോഫിറ്റ് ആകുവാണെങ്കിൽ കുഴപ്പമില്ല, ടാക്സ് കൂടുതൽ കൊടുത്തു എന്ന് വെച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല. ഇനി നമ്മൾ ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരുമ്പോഴത്തേനും ഓരോ കൺട്രിക്ക് അനുസരിച്ച് ടാക്സേഷൻ്റെ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നേരിട്ട് ക്രിപ്റ്റോയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് 30% നമ്മുടെ ടാക്സ് വരുന്നത്. അപ്പം അത് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബിറ്റ്കോയിൻ്റെ പെർപ്പച്വൽ എക്സിറ്റ് ലോഡ് നമുക്ക് അല്ലെങ്കിൽ ചാർജസ്, നമുക്ക് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്രോക്കറേജ് കൊടുക്കണം. പക്ഷേ ചില ബ്രോക്കറേജ് നമുക്ക് 0 ബ്രോക്കറേജിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് അത് നമുക്ക് എപ്പോഴും വാല്യുബിൾ ആയിരിക്കും. അതിൻ്റെ അകത്ത് അക്കൗണ്ട് ഓപ്പൺ ആക്കുവാണെങ്കിൽ നമ്മൾ ബ്രോക്കറേജ് കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ടാക്സസ് നമ്മൾ എത്രയാണോ നമ്മൾ പറഞ്ഞ രീതിയിൽ ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സിറ്റ് ആകുന്ന സമയത്ത് ചില സമയത്ത് മ്യൂച്വൽ ഫണ്ടിലാണ് നമ്മൾ എക്സിറ്റ് ആകുന്നതിൽ ചില മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ 1 വർഷത്തെ ടേൺ ഓവറിന് മുമ്പായിട്ട് നമ്മൾ എക്സിറ്റ് ആവുകയാണെങ്കിൽ ഒരു ടൈം പീരീഡിനുള്ളിൽ പെട്ടെന്ന് നമ്മൾ എക്സിറ്റ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ 1% എക്സിലോട് കൊടുക്കേണ്ട വരും. എല്ലാ ഫണ്ടിനും ഇല്ല, ചില ഫണ്ടിന് മാത്രം. ഇനി നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ബ്രോക്കറേജും അതുപോലെ തന്നെ ടാക്സസും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബ്രോക്കറേജ് എത്രയാണ്? ബ്രോക്കറേജ് STT കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും STT, അതുപോലെ തന്നെ DP ചാർജ്, അങ്ങനെയുള്ള ബ്രോക്കറേജ് ഇതൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കുറവ് ബ്രോക്കറേജ് ആരാണ് ഈടാക്കുന്നതെന്ന് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ക്രിപ്റ്റോയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ ചാർജ്, അതുപോലെ തന്നെ GST കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയാണ് ക്രിപ്റ്റോയിൽ വരുന്നത്. ഇനി നമ്മൾ ഹിസ്റ്റോറിക്കൽ സ്റ്റെബിലിറ്റി നോക്കുവാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഹൈ സ്റ്റെബിലിറ്റി ആയിരിക്കും. നമ്മൾ അത്യാവശ്യം ഡൈവേഴ്സിഫൈ ചെയ്തിട്ടാണ്
നമ്മുടെ സ്റ്റോക്ക് അതുപോലെ തന്നെ ETF-കളൊക്കെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് ഒരു വലിയ ടൈമിൽ. അതുപോലെ തന്നെ നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ അൺസ്റ്റേബിൾ ആയിരിക്കും. ചില സമയത്ത് നമ്മൾ പ്രോഫിറ്റബിൾ ആയിരിക്കും, ലോസ് മേക്കിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നല്ല ജെന്യൂൻ ആയിട്ടുള്ള മെത്തേഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫുള്ള് ഡിസിപ്ലിനോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല സ്റ്റേബിളായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ക്രിപ്റ്റോയിലേക്ക് വരുമ്പോഴത്തേനും വളരെ വോളറ്റൈലായിരിക്കും. നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ വളരെ പെട്ടെന്ന് കൂടുകയും പെട്ടെന്ന് കുറയുകയും ചെയ്യുന്ന രീതിയിൽ മൂവ് ചെയ്യുന്നതായിരിക്കും. ഇനി കൺട്രോൾ ഓൺ പോർട്ട്ഫോളിയോ, ടോട്ടലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റോക്കൊക്കെ നമ്മുടെ സ്വന്തമായിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അതുകൊണ്ട് ടോട്ടലായിട്ട് നമുക്ക് വാങ്ങണോ വേണ്ടയോ, കട്ട് ചെയ്യണോ, പ്രോഫിറ്റ് ബുക്ക് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ടും നമ്മൾ തന്നെയായിരിക്കും നമ്മുടെ പോർട്ട്ഫോളിയോനെ കൺട്രോൾ ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ നമ്മളല്ല കൺട്രോൾ ചെയ്യുന്നത്, നമ്മൾ SIP ഒക്കെ ആയിരിക്കും ചെയ്യുന്ന. ഒരു സാലറിഡ് പേഴ്സൺ ആണെങ്കിൽ അവർ ഓരോ മാസവും മന്ത്ലി കട്ട് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്നില്ല, നേരിട്ട് ഫണ്ട് മാനേജർ ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ഹൈ കൺട്രോൾ ചെയ്യുന്നത്. ക്രിപ്റ്റോയിലേക്ക് വരുമ്പോഴും ബിറ്റ്കോയിനിലും അല്ലെങ്കിൽ ഇത്തീരിയം പോലുള്ള കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും അതല്ല നമ്മൾ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് സൂട്ടബിൾ ഫോർ ബിഗിനേഴ്സിന് നമുക്ക് സ്റ്റോക്കിലെ ETF-ലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ ക്രിപ്റ്റോയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒരു ബിഗിനറെ സംബന്ധിച്ച് നല്ലതാണ്. അതല്ലാതെ നമ്മൾ പെട്ടെന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രേഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിൽ വന്ന് ട്രേഡിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആദ്യമേ ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത നെക്സ്റ്റ് ലെവലായിട്ട് നമുക്ക് പതിയെ ട്രേഡിങ്ങിലേക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ത്യൻ മാർക്കറ്റിൽ ക്രിപ്റ്റോയിലേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച ശേഷം മാത്രം പോവുക. ഇനി നമുക്ക് റിട്ടേൺ പൊട്ടൻഷ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്ററാണ്. നമ്മൾ അത്യാവശ്യം സ്റ്റോക്കിലൊക്കെ അത്യാവശ്യം ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തി നല്ല രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 10-20% അതിലും കൂടുതൽ വരാനുള്ള സാധ്യതകളുമുണ്ട്. അതേസമയത്ത് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 8-15% അപ്രോക്സിമേറ്റ് റിട്ടേൺ കിട്ടിയേക്കാം. അതിൻ്റെ അകത്ത് തന്നെ എക്സ്പെൻസ് റേഷ്യോ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഫണ്ട് മാനേജറിന് നമ്മളൊരു കോസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രേഡിങ്ങിൻ്റെ മെത്തേഡ് അനുസരിച്ച് നമ്മൾ നല്ല രീതിയിലുള്ള മെത്തേഡ് നമ്മൾ ഡിസിപ്ലിനോടുകൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹൈ പ്രോഫിറ്റ് കിട്ടാനുള്ള ഹൈ റിട്ടേൺ കിട്ടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവായി പോകാനുള്ള ചാൻസും ഉണ്ട്. ഇനി ക്രിപ്റ്റോ കറൻസിയിലേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് വളരെ എക്സ്ട്രീം ലെവൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ മൈനസിലേക്ക് പോകാനുള്ള സാധ്യതകളും ഉണ്ട്. ഇനി നമ്മൾ ഐഡിയൽ ഗോൾ ബേസ്ഡ് ലോങ് ടൈം പ്ലാനർ കീഴിൽ, അതായത് ഒരു ഗോൾ ബേസ് ചെയ്ത് നമുക്ക് ലോങ് ടൈമിലേക്ക് പ്ലാൻ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു സാലറിഡ് പേഴ്സണാണ്, നമുക്ക് അധികം ജോലിയിൽ തിരക്കുള്ള ആൾക്കാരാണ്, നമുക്ക് മാർക്കറ്റിനെ നോക്കാനുള്ള സമയമില്ലെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഫണ്ട് മാനേജർ അതിനെ മാനേജ് ചെയ്തോളും, നമുക്ക് ആക്റ്റീവായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം റിസ്ക് എടുക്കാനും അതുപോലെ നമുക്ക് മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് വാച്ച് ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രേഡിങ്ങിലേക്ക് വരാം. അതുപോലെ തന്നെ നമ്മൾ ക്രിപ്റ്റോയിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ട്രേഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് റിസ്ക് കൂടുതലുണ്ട്. അപ്പോൾ ആ റിസ്ക് മനസ്സിലാക്കി പതിയെ നമ്മൾ ക്രിപ്റ്റോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ റിട്ടേൺ അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി നമുക്ക് ബെസ്റ്റ് പ്ലാറ്റ്ഫോം, നമുക്ക് സ്റ്റോക്കിലാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ അല്ലെങ്കിൽ ETF-ലും ഒക്കെ ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് വളരെ നല്ല പ്ലാറ്റ്ഫോംസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉണ്ട്. നമുക്ക് ബ്രോക്കറേജ് കുറവായിരിക്കണം, അതുപോലെ തന്നെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ഒരുപാട് ആക്റ്റീവ് ക്ലയൻസ് ഉണ്ടായിരിക്കണം, അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് 0 ആയിരിക്കണം, അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ് 0 ആയിരിക്കണം, ബ്രോക്കറേജ് ഏറ്റവും കുറവായിരിക്കണം. അങ്ങനെയുള്ള ബ്രോക്കേഴ്സിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ചാനലിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള ബ്രോക്കേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. ആ 2 ബ്രോക്കേഴ്സ് നമുക്ക് സെറോദ, അപ്സ്റ്റോക്സ്, ഇത് രണ്ടും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ETF-ലും മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേഡിങ്ങിലേക്ക് പോകുമ്പോഴാണെങ്കിലും നമുക്ക് സെറോദ ആൻഡ് അപ്സ്റ്റോക്സ് ഇത് രണ്ടും വളരെ ചെറിയ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രോക്കറേജ് കുറവ് തരുന്നുണ്ട്. അപ്പോൾ അവയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമ്മൾ ക്രിപ്റ്റോയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ FIU രജിസ്റ്റേഡ് പ്ലാറ്റ്ഫോമിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഞാനിവിടെ താഴെ ലിങ്ക് കൊടുത്തേക്കാം. CoinDCX എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ പേഴ്സണലി ഞാൻ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. FIU രജിസ്റ്റേഡ് ആണ്. ചെറിയ എമൗണ്ട് ആണെങ്കിലും വലിയ കോയിൻസിൽ ചെറിയ എമൗണ്ട് ഒരു 100 രൂപ 200 രൂപയാണെങ്കിലും ബിറ്റ്കോയിൻ, ഇത്തീരിയം പോലെയുള്ള കോയിൻസിൽ നമ്മൾ SIP ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ഇതുവരെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ഫ്യൂച്ചറിലും പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ കിട്ടാനുള്ള പൊട്ടൻഷ്യൽ ഈ കോയിൻസിൽ ഉണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ നല്ല ട്രേഡിങ്, അതായത് ടാക്സ് കുറച്ച് നല്ല ട്രേഡിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അത് ഫ്യൂച്ചറിലും ഓപ്ഷനിലും ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെൽറ്റ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം FIU രജിസ്റ്റേഡ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്കും താഴെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും ഒക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഏത് മെത്തേഡ് എങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടതെന്ന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒരിക്കലും ഒരു അഡ്വൈസ് ആയിട്ടല്ല, ഒരു
എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുപോലെ മുമ്പോട്ടും എന്നെ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുയോജ്യമായ മെത്തേഡ്സ് എന്താണ്, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് അപ്രോക്സിമേറ്റ് ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൊണ്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇനിയും ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.